പ്രണയസഖി ഭാഗം 27. ശിവ ഫ്രഷായി പുറത്തേക്ക് വന്നതും എല്ലാവരും തന്നെ കാത്തുന്നതുപോലെ നിൽക്കുകയാണ്. അവനാണെങ്കിൽ കാര്യം എന്താണെന്നറിയാതെ എല്ലാവരെയും അന്തിച്ചു നോക്കുന്നുണ്ട്. ഉറക്കം കഴിഞ്ഞോ? അവനെ കണ്ടതും ഗൗരവത്തോടെയുള്ള മോഹൻ്റെ ചോദ്യം എത്തി. എനിക്കല്പം സംസാരിക്കാനുണ്ട്, എൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വരണം. അവൻ അതിനും ഗൗരവത്തോടെ ഒന്ന് മൂളി. ഈ നാളുകൾ കൊണ്ട് തന്നെ അച്ഛനും മകനും ഇടയിൽ വല്ലാത്തൊരു അകൽച്ചയുണ്ടായിട്ടുണ്ട്. തന്നെ എതിർത്ത് അവൻ മെഡിസിന് പഠിക്കാൻ പോയപ്പോൾ മുതൽ മോഹൻ്റെ ഉള്ളിൽ അതൊരു കരടായി കിടക്കുന്നുണ്ട്. പിന്നീട് തൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങളെല്ലാം ശിവ ഒറ്റയ്ക്കെടുക്കുന്നത് കണ്ടപ്പോൾ ആ അകൽച്ച ഒന്നുകൂടി കൂടി വന്നു. മകൻ എന്നതിലുപരി അയാൾ പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന ഒരുതരം അടിമയെ പോലെയായിരുന്നു ശിവ. അതിൽ നിന്നും അവൻ എന്നു മുതൽ മാറി സഞ്ചരിക്കാൻ തുടങ്ങിയോ അന്നു മുതൽ അയാൾക്ക് ശിവയോട് ദേഷ്യം തോന്നി തുടങ്ങിയിരുന്നു. അങ്ങനെ ഇന്ന് ആ അകൽച്ച വളരെ വലുതായി. നേരിൽ കണ്ടാൽ ഒന്നോ രണ്ടോ വാക്കുകളിൽ സംസാരം ഒതുക്കിപ്പോകുന്ന ഒരച്ഛൻ മകൻ ബന്ധമായി മാറി ഇരുവർക്കുമിടയിൽ ഇന്ന്. അങ്ങനെയുള്ളപ്പോൾ പെട്ടെന്ന് മോഹൻ ശിവയോട് സംസാരിക്കണം എന്ന് പറഞ്ഞതും എല്ലാവർക്കും അതിലൊരു അതിശയം തോന്നാതിരുന്നില്ല. ഇരുവരും നേരെ അടുത്തു തന്നെയുള്ളൊരു പുഴയുടെ അരികിലേക്കാണ് പോയത്. കുറച്ചു സമയമായി ഇരുവരും അവിടെ എത്തിയിട്ട്. എങ്കിലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കുന്നില്ല. അച്ഛന് എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞില്ല. ഒടുക്കം ശിവ തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു. ശിവദേവ് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഗൗരവത്തോടെയുള്ള അച്ഛൻ്റെ ചോദ്യത്തിന് അവൻ തിരികെ സംശയത്തോടെയാണ് നോക്കിയത്. ഞാനെന്തുദ്ദേശിക്കാനാണ്? ഞാൻ ചോദിച്ചത് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ആ പെൺകുട്ടിയുടെ കാര്യമാണ്. അതിനെന്താ? ഞാൻ പറഞ്ഞിരുന്നതാണല്ലോ ഒരാഴ്ച അവളവിടെ ഉണ്ടാകുമെന്ന്. പറ്റില്ല, എനിക്ക് നാട്ടിൽ അല്പം നിലയും വിലയുള്ളതാണ്. അത് കളയാനാണ് നിന്റെ ഉദ്ദേശമെങ്കിലും നടക്കില്ല. ഗൗരവത്തോടെ പറയുന്നയാളെ അവൻ വീണ്ടും മുഖം ചുളിച്ചു നോക്കി. അയാൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നത് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അച്ഛൻ എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കൂടുതലൊന്നും മനസ്സിലാക്കണ്ട. ഒരു കാര്യം പറയാം, ആ പെൺകുട്ടിയെ ഉടനെ തന്നെ അതിൻ്റെ വീട്ടിൽ കൊണ്ടാക്കണം. നടക്കില്ല അച്ഛാ, അവൾക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ഒരിടത്തും ഒറ്റയ്ക്ക് നിൽക്കാനും പറ്റില്ല. ശിവ പറഞ്ഞതും അയാൾ അവനെ ഗൗരവത്തോടെ നോക്കി. പറ്റില്ല. ഉത്സവത്തിന് നീ ആ പെൺകുട്ടിയെ കൂട്ടി നടന്നത് കാണാത്ത നാട്ടുകാരില്ല. അവരൊക്കെ നിങ്ങളെക്കുറിച്ച് അരുതാത്തത് ചിന്തിച്ചിട്ടുണ്ട്. അച്ഛൻ എന്നു മുതലാണ് ഈ നാട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു തുടങ്ങിയത്? ഗൗരവത്തോടെയുള്ള അവൻ്റെ ചോദ്യത്തിന് അയാൾ അവനെ ഒന്ന് തറപ്പിച്ച് നോക്കുകയാണ് ചെയ്തത്. നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട, പറഞ്ഞതനുസരിച്ചാൽ മതി. നടക്കില്ല അച്ഛാ. എന്നും അച്ഛൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു പാവയെ പോലെ തുള്ളിയിട്ടേ ഉള്ളൂ ഞാൻ. ഈ അടുത്താണ് അതിൽ നിന്നൊരു മാറ്റം വന്നത്. ഇനിയും ആ പഴയ ജീവിതത്തിലേക്ക് തിരികെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ നിൻ്റെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷേ എൻ്റെ വീട്ടിൽ ആ പെൺകുട്ടിയെ താമസിപ്പിക്കാൻ കഴിയില്ല. ഓ, അപ്പോൾ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷമാണ് പറയുന്നത്. അതെ, മര്യാദയ്ക്ക് ആ പെൺകുട്ടിയെ അതിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാൻ നോക്കിക്കോ നീ. ഇതൊക്കെ കഴിഞ്ഞ് നാളെ നിനക്കൊരു വിവാഹത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇപ്പോൾ നീ കാണിക്കുന്നതിനെല്ലാം വളരെ ദോഷമായിട്ട് നിനക്ക് തന്നെ വരും. സാരമില്ല അച്ഛാ, ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് നടക്കുന്നത് കണ്ടാൽ അവർ തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ഒരു വിവാഹം എനിക്ക് വേണ്ട. നീ എന്നോട് വെറുതെ തർക്കുത്തരം പറഞ്ഞ് മുന്നേറാൻ നിൽക്കണ്ട. ഇഷമോൾക്ക് ആ പെൺകുട്ടി ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല. ഇന്ന് തന്നെ അവളിവിടെ നിന്ന് കൊണ്ടുപോയി കൊള്ളണം. ഓ, അപ്പോൾ ഇതെല്ലാം അവളുടെ പണിയാണ്. പിന്നെ നീ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിക്ക് ഇതൊക്കെ കണ്ടാൽ സഹിക്കുമോ? എന്ത്? ഞാൻ വിവാഹം കഴിക്കുമെന്നോ? ആരെ? ഇഷയെ? വാട്ട് റബ്ബിഷ്! ഞാൻ അവളെ വിവാഹം കഴിക്കണമെന്നോ? അവൾ എനിക്കെൻ്റെ അനിയത്തിയെ പോലെയാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ഞാൻ അവളെ വിവാഹം കഴിക്കില്ല. അവൻ ഉറപ്പോടെ തന്നെ പറഞ്ഞു. പറ്റില്ല, ഞാൻ സതീശന് വാക്ക് കൊടുത്തു പോയി. അച്ഛനോടാരാ എന്നോട് ചോദിക്കാതെ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വാക്ക് കൊടുക്കാൻ പറഞ്ഞത്? കൂടുതൽ ശബ്ദം ഉയർത്തേണ്ട ശിവ, ഞാൻ നിൻ്റെ അച്ഛനാണ്. ഓ, അച്ഛൻ. എന്നിട്ടാണോ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ ഇങ്ങനെ ഒരു കാര്യത്തിൽ സ്വയം തീരുമാനമെടുത്തത്? കൊള്ളാം, എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ. അവൻ്റെ ശബ്ദത്തിൽ വിഷമമോ നിസ്സഹായതയോ ദയനീയതയോ അങ്ങനെ എന്തെല്ലാമോ കൂടിക്കലർന്നു. പോകാം. അവൻ പറയുന്നതിന് ചെവി കൊടുക്കാതെ അയാൾ അതുമാത്രമാണ് തിരികെ പറഞ്ഞത്. ഇനിയങ്ങോട്ട് അയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്നത് കൊണ്ട് ശിവ ദേഷ്യത്തോടെ വന്ന് കാറെടുത്തു. അവൻ്റെ ദേഷ്യം മുഴുവൻ കാറിൻ്റെ ആക്സിലേറ്ററിനോട് തീർക്കുമ്പോഴും മോഹൻ കണ്ണുകളടച്ച് സീറ്റിലേക്ക് വെറുതെ ചാരിക്കിടന്ന് അത് ആസ്വദിക്കുകയായിരുന്നു. വീട്ടിലേക്ക് തിരികെ എത്തിയതും അവൻ ആരെയും നോക്കാതെ നേരെ മുറിയിലേക്ക് കയറിപ്പോയി. അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും അച്ഛൻ ആ നേരത്തുള്ള ദേഷ്യം മാത്രമാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ ആൾ പതിയെ തണുത്തോളും. ശിവ അങ്ങനെയാണ് ചിന്തിച്ചത്. ഇങ്ങനെയൊരു കാര്യമാണ് തനിക്കും അച്ഛനും ഇടയിൽ അന്ന് സംസാരം ഉണ്ടായതെന്ന് അവൻ വീട്ടിൽ ആരോടും പറഞ്ഞില്ല, പൊന്നുവിനോടും പറഞ്ഞില്ല. 2 ദിവസം കൂടെ കടന്നുപോയി. ശിവ വീട്ടിൽ വന്നത് പിന്നെ എന്നും താമസിച്ചാണ് ഉണരാറുള്ളത്. അവൻ്റെ ജോലിയുടെ തിരക്ക് കാരണമാണ് അങ്ങനെയെന്ന് കരുതി അവനെ ആരും വിളിച്ച് ശല്യം ചെയ്യാൻ ചെല്ലാറുമില്ല.
എന്നാൽ ഇന്ന് രാവിലെ തന്നെ കതകിലുള്ള കൊട്ട് കേട്ടുകൊണ്ടാണ് ശിവ കണ്ണു തുറന്നത്. ഈർഷ്യയോടെ അവൻ കണ്ണുകളൊന്ന് അമർത്തി തിരുമ്മി ഒന്ന് മൂരി നിവർന്നു. ശേഷം അഴിച്ചിട്ടിരുന്ന ടീഷർട്ട് എടുത്തിട്ട് മുണ്ടൊന്ന് മുറുക്കിയെടുത്ത് വാതിൽ തുറന്നു. നോക്കുമ്പോൾ പൊന്നുവാണ് വന്നു നിൽക്കുന്നത്. നീ എന്താ രാവിലെ തന്നെ വന്നിരിക്കുന്നത്? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവളുടെ മുഖമാകെ വിളറിയതുപോലെ ഇരിക്കുന്നു. മുഖമൊക്കെ വല്ലാതെ വീർത്തിരിക്കുന്നു. നീ ഇന്നലെ ഉറങ്ങിയില്ലേ? ഉറങ്ങി. അവൻ്റെ ചോദ്യത്തിന് അല്പം പതർച്ചയോടെ അവൾ ശിവയോട് പറഞ്ഞു. അവന് അതത്ര വിശ്വാസമായില്ലെങ്കിലും അവളോട് സമ്മതിച്ചു എന്ന മട്ടിൽ തലയാട്ടി. നീ എന്താ ഈ രാവിലെ തന്നെ വന്നിങ്ങനെ കതകിൽ കൊട്ടുന്നത്? മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? അത് പിന്നെ ശിവ, നാട്ടിലിപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ വീട്ടിലേക്ക് പോയാലോ എന്ന് ചിന്തിക്കുവാണ്. അത് പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദവും ആകെ അടഞ്ഞിരിക്കുന്നത് ശിവ ശ്രദ്ധിച്ചിരുന്നു. അതിനിപ്പോൾ എന്താ, അവിടെ എല്ലാം ഓക്കെ ആയിക്കോട്ടെ. നീ എന്തായാലും ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാൽ മതി. ശിവ തറപ്പിച്ച് പറഞ്ഞതും പൊന്നു അവനെ നിസ്സഹായ ഭാവത്തിൽ നോക്കി. എനിക്ക് വീട്ടിൽ പോകണം ശിവ. അത് പറഞ്ഞതും അറിയാതെ തന്നെ അവളുടെ ചുണ്ടുകൾ ഒന്ന് വിതുമ്പിപ്പോയി. അത് കണ്ടതും ശിവ ഞെട്ടിപ്പോയിരുന്നു. നീ എന്താണ് ഇത് കുഞ്ഞു പിള്ളേരെ പോലെ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരയും പോലെ കരയുന്നത്? അത് ചോദിച്ച് അവൻ അവളെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് നിർത്തി. ഞാൻ വീട്ടിൽ പൊക്കോട്ടെ. വീണ്ടും വീണ്ടും അവൾ അങ്ങനെ തന്നെ ചോദിക്കുന്നത് കണ്ടതും അവൻ എന്തോ പന്തികേട് തോന്നി. ഇവിടെയുള്ളവരാരെങ്കിലും നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ പൊന്നു? അവൾ വേഗം തന്നെ ഇല്ലെന്ന് തലയണക്കി. പോകണമെന്നാണെങ്കിൽ ഞാൻ കൊണ്ടുപോയി വീട്ടിലേക്ക് ആക്കിത്തരാം. വേണ്ട, ഇവിടെ നിന്ന് അങ്ങോട്ട് ബസ്സുണ്ട്, ഞാൻ അതിന് പൊയ്ക്കോളാം. അവൾ പറഞ്ഞതും അവളെല്ലാം തീരുമാനിച്ചുറപ്പിച്ചാണ് വന്നിരിക്കുന്നത് എന്നവന് മനസ്സിലായി. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയ് പൊന്നു. ഇവിടെയുള്ളവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതാണെങ്കിലും എന്നോട് പറയും നീ. ഇല്ലടാ, ഇവിടെയുള്ളവരാരും എന്നെ ഒന്നും പറഞ്ഞില്ല. എന്നോടെല്ലാവർക്കും സ്നേഹമാണ്. അവനെ നോക്കാതെ തന്നെ എങ്ങനെയൊക്കെയോ അവൾ പറഞ്ഞൊപ്പിച്ചു. അതിന് അവനൊന്ന് കനത്തിലും മൂളി. എന്നാൽ ഇത് കണ്ടുകൊണ്ടാണ് ഇഷ അങ്ങോട്ട് വന്നത്. അവൾ നോക്കുമ്പോൾ കണ്ടത് ശിവയും പൊന്നുവും തോളിൽ കൈയിട്ട് അവനോട് ചേർന്ന് നിന്ന് സംസാരിക്കുന്നവളെയാണ്. ഇത്ര നാളും അടക്കി വെച്ചതൊക്കെ കെട്ടുപൊട്ടിച്ച് അവളിൽ നിന്ന് പുറത്തേക്ക് വന്നു. പാഞ്ഞു വന്ന് അവൾ പൊന്നുവിനെ അവൻ്റെ അടുത്ത് നിന്ന് വലിച്ചു മാറ്റി. ഇഷ അവളെ കൈവലിച്ചടിക്കാൻ പോയപ്പോഴേക്കും ശിവ ആ കൈകളെ പിടിച്ചു വെച്ചിരുന്നു. നിനക്കിതെന്താ ഇഷ? പൊന്നു വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുവാണ്. നിനക്കെന്താ അവളോട് ഇത്ര ദേഷ്യം? പറയ്. നിനക്കറിയില്ലേ എന്തിനാ എനിക്ക് അവളോട് ദേഷ്യമെന്ന്? ഇല്ല, എനിക്കറിയില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല നീ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്ന്. ഇവളെന്തിനാ എപ്പോഴും നിന്നോടിങ്ങനെ ഒട്ടി നിൽക്കുന്നത്? എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. അതിന് നീ എന്തിനാ അത് ഇഷ്ടപ്പെടുന്നത്? നീ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയാണ് ഞാൻ. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഇഷ്ടവും നീ നോക്കണം. വെയിറ്റ് ഇഷ, ഹു ടോൾഡ് യു ദാറ്റ് ഐ എം ഗോണ മാരി യു? ഗൗരവത്തോടെ ഇരുന്ന അവൻ്റെ ശബ്ദം വീണ്ടും ഒന്ന് ഗൗരവത്തിലായി. ശിവ, വേണ്ട, വെറുതെ ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ടാക്കണ്ട. പൊന്നു ഇരുവരുടെയും ഇടയിലേക്ക് വന്ന് നിന്നതും ഇഷ വീണ്ടും അവളെ പിടിച്ചു തല്ലി. നിന്നോട് ഞാൻ പറഞ്ഞു ഇഷ, അവളൊന്നും ചെയ്യാൻ നിൽക്കരുതെന്ന്. എന്തിനാ ശിവ നീ എപ്പോഴും അവളുടെ പക്ഷം പിടിച്ച് പറയുന്നത്? എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. നീ ഇഷ്ടപ്പെടണ്ട. കൂടെ ഒരു കാര്യവും കൂടി കേട്ടോ, എനിക്ക് നിന്നോട് നീ കരുതുന്നത് പോലൊരു ഇഷ്ടമില്ല. എനിക്ക് നീ അപ്പോഴും ഇപ്പോഴും എൻ്റെ അനിയത്തിയുടെ സ്ഥാനത്താണ്. ശിവ അങ്ങനെ പറഞ്ഞതും ഇഷയുടെ മുഖം ആകെ വിളറിപ്പോയി. അവളുടെ ഉള്ളിൽ ദേഷ്യം നിറഞ്ഞു പൊന്തി. രണ്ടുപേരെയും ദേഷ്യത്തോടെ ഒന്ന് നോക്കി അവൾ അകത്തേക്ക് കയറിപ്പോയി. ഇത്രയൊക്കെ നടന്നപ്പോഴും എന്തോ ചിന്തയിൽ എന്നതുപോലെ നിൽക്കുന്ന പൊന്നുവിനെ ശിവ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിനക്ക് പോണമെന്ന് തന്നെയാണോ? ശിവ അവളോട് വീണ്ടും ചോദിച്ചു നോക്കി. അവളെ അങ്ങനെ വിടാൻ യാതൊരു താല്പര്യവും അവൻ അന്നേരം ഉണ്ടായിരുന്നില്ല. പോണം. ബസ് എപ്പോഴാണ്? 9 മണിക്ക്. അവരൊന്ന് മൂളി അവളോട് ഒരുങ്ങാൻ പറഞ്ഞുകൊണ്ട് മുറിക്കകത്തേക്ക് നടന്നു. അത്യാവശ്യം ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ് പൊന്നു. അങ്ങനെയുള്ളപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അവൾ അങ്ങനെ പോകേണ്ട കാര്യമില്ല. ശിവ അന്നേരം ചിന്തിച്ചിരുന്നു. എന്നാലും ഒരാഴ്ച നിൽക്കാമെന്ന് പറഞ്ഞിട്ട് നേരത്തെ പോകുന്നത് എന്തിനാ എന്നുള്ള ചിന്തയായിരുന്നു അവൻ്റെ മനസ്സ് മുഴുവൻ. അവളോട് ചോദിച്ചിട്ട് അവളായിട്ട് അവനോടത് പറയുന്നുമില്ല. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ശിവയും അവളും ഇറങ്ങി. അവൾ പോയി കഴിഞ്ഞതും ശിവ തിരികെ വീട്ടിലേക്ക് വന്നു. അപ്പോഴും അവനെ നോക്കി ഒരു പുച്ഛച്ചിരിയോടെ ഇഷ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് പൊന്നു തിരികെ പോയതിലുള്ള സന്തോഷമാണെന്ന് അവളുടെ മുഖം കണ്ടപ്പോഴേ ശിവയ്ക്ക് മനസ്സിലായി. അത് കാര്യമാക്കാതെ അവൻ അകത്തേക്ക് കയറി ഫോണെടുത്ത് ഉണ്ണിക്ക് മെസ്സേജ് ഇട്ടു. കൂടെ തന്നെ പൊന്നുവിനോടും അവിടെ എത്തിയിട്ട് വിളിക്കാൻ പറഞ്ഞ് മെസ്സേജ് അയച്ചു. അവൾ പോകുന്നതിൽ വീട്ടിലെല്ലാവർക്കും വിഷമായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ വീട്ടിൽ ആരും അവളെ ഒന്നും പറഞ്ഞു കാണില്ല എന്നവൻ ചിന്തിച്ചു. ഇനിയിപ്പോൾ അച്ഛനാണെങ്കിലും തന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും അച്ഛൻ അവളോട് നേരിട്ടൊന്നും പറയില്ല എന്ന് ശിവയ്ക്ക് ഉറപ്പാണ്. ഓരോന്നും ചിന്തിച്ച് അവനിരുന്നു. അപ്പോഴാണ് ഇഷയുടെ അച്ഛൻ സതീശൻ വന്നത്. ശിവയ്ക്ക് അയാളെ അത്ര ഇഷ്ടമല്ല. കാരണം തൻ്റെയും ഇഷയുടെയും കാര്യം പറഞ്ഞ് അച്ഛനെ ഇത്രയും എരിപിരി കയറ്റുന്നത് സതീശനങ്ങളാണ്. മുറിയിൽ തന്നെ ഇരുന്നിരുന്ന ശിവ അയാൾ വന്നു എന്നമ്മ വന്ന് പറഞ്ഞതും താഴേക്ക് വന്നു. തുടരും.
അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.